മലപ്പുറം മുൻ DCC പ്രസിഡന്റും കഴിഞ്ഞ തവണ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന അന്തരിച്ച VV പ്രകാശിന്റെ വീട് സന്ദർശിച്ച് PV അൻവർ. VV പ്രകാശിന്റെ വീട്ടിൽ നിന്ന് പ്രചാരണം തുടങ്ങുമെന്ന് നേരത്തെ PV അൻവർ വ്യക്തമാക്കിയിരുന്നു. സമീർ ബിൻ കരീം വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഇതൊരു അൻവറിന്റെ ഒരു നിർണായക നീക്കം എന്നുള്ള തരത്തിൽ വിലയിരുത്തപ്പെടുന്നതാണ്. കാരണം നേരത്തെ ഈ VV പ്രകാശിന്റെ മകളിട്ട ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഈ ആര്യാടൻ ഷൗക്കത്തിനെതിരായ വോട്ടുകളിലേക്ക് PV അൻവർ കണ്ണുവെക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയല്ലേ ഈ സന്ദർശനം? തീർച്ചയായും റിജിത്ത്, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ആര്യാടൻ ഷൗക്കത്തിനുള്ള ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ വോട്ട് ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് VV പ്രകാശിന്റെ വീട്ടിലേക്ക് PV അൻവർ എത്തുകയും ആ കുടുംബത്തിന്റെ പിന്തുണ തേടുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് ഒരു 20 മിനിറ്റോളം PV അൻവർ വീട്ടിലെത്തി VV പ്രകാശിന്റെ ഭാര്യയുമായും മകളുമായും ഒക്കെ തന്നെ ഏറെ നേരം സംസാരിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതുമായി ബന്ധപ്പെട്ട് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയതിനു ശേഷം ഇതുവരെ വീട് സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് രാവിലെയും സമാനമായ വിമർശനം ഉന്നയിക്കുകയും താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം ഈ VV പ്രകാശിന്റെ വീട്ടിൽ നിന്നായിരിക്കും പ്രചാരണം ആരംഭിക്കുക എന്നുള്ള ഒരു പ്രഖ്യാപനവും PV അൻവർ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം ഈ വീട്ടിലേക്ക് എത്തുകയും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട സംസാരം നടത്തുകയും ചെയ്തിട്ടുള്ളത്. VV പ്രകാശിന്റെ കുടുംബത്തിന്റെ പിന്തുണ ഉറപ്പാക്കിയോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് നിലമ്പൂരിലെ മനുഷ്യരായിട്ടുള്ള നല്ല മനുഷ്യരുടെ എല്ലാവരുടെയും പിന്തുണ തനിക്കുണ്ട്, അതിൽ VV പ്രകാശിന്റെ കുടുംബം ഉൾപ്പെടുമെന്നുള്ളതായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. അതിന് പിന്നാലെ VV പ്രകാശിന്റെ ഭാര്യ നമ്മളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഈ പാർട്ടി പതാക പുതപ്പിച്ചാണ് VV പ്രകാശ് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ VV പ്രകാശിന്റെ കുടുംബം തങ്ങൾ എല്ലായ്പ്പോഴും ഈ പാർട്ടിക്കൊപ്പം തന്നെ നിലയുറപ്പിക്കുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് VV പ്രകാശിന്റെ ഭാര്യയും വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ നേരത്തെ ഈ VV പ്രകാശിന്റെ മകൾ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ഇൻഡയറക്റ്റ് ആയിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനുള്ള സ്ഥാനാർത്ഥിത്വത്തിലെ വിയോജിപ്പൊക്കെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് PV അൻവർ ഈ വീട്ടിലേക്ക് എത്തുകയും ഷൗക്കത്ത് എത്താതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ശരി, നിലമ്പൂരിൽ നിന്ന് സമീർ ബിൻ കരീം വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. VV പ്രകാശിന്റെ വീട്ടിലെത്തി മകളുമായി ഏതാണ്ട് 20 മിനിറ്റോളം PV അൻവർ സംസാരിച്ചു.